കൗശിനെയും സെയിനെയും പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോ താര ഷോക്കായി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു എപ്പിസോഡ് 5 അവസാനിച്ചത്. താരയ്ക്ക് പെട്ടെന്ന് സെയിനെയും കൗശിനെയും അങ്ങനെ കണ്ടപ്പോൾ അവര് കിസ് ചെയ്യണ പോലെയാണ് തോന്നിയത്. ആ സിറ്റുവേഷൻ ആകെ ഓക്വേർഡായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കൗശി അപ്പൊ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു അവള് സെയിന്റെ ബാൻഡേഡ് ശരിയാക്കി കൊടുക്കായിരുന്നു എന്ന്. എങ്കിലും താരയ്ക്ക് എന്തോ പോലെയായി. കൗശി അവളുടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോവായിരുന്നു. അതുകൊണ്ട് അവരോടൊപ്പം പോവാന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു അവള്. താരയ്ക്ക് കുറച്ചുകൂടി വർക്ക് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ല, അവരോട് പോയിക്കോളാൻ പറഞ്ഞ് താര അവിടുന്ന് പോയി. സെയിനും സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. കൗശിയും സെയിനും താര ഇനി എങ്ങാനും തെറ്റിദ്ധരിച്ച് കാണുമെന്ന് വറീഡായിരുന്നു. കൗശി ഇനിയിപ്പൊ എന്തായാലും തന്നെ പൊക്കോളാന്ന് പറഞ്ഞു. എന്തായാലും താരനോട് പറഞ്ഞതല്ലേ, ഇനി അവര് കള്ളം പറഞ്ഞതാന്ന് വിചാരിക്കില്ലേന്ന് പറഞ്ഞ് സെയിൻ തന്നെ കൗശിനെ കൊണ്ടുവന്നാക്കി. താരയാണെങ്കിൽ അവളുടെ വിഷമം മുഴുവൻ കോളേജിലെ ഒരു റൂമിൽ ഡാൻസ് ചെയ്ത് തീർക്കായിരുന്നു. അപ്പോഴാണ് സെയിൻ കൗശിനെ കൊണ്ടാക്കിയിട്ട് താരേനെ അന്വേഷിച്ചു വരുന്നത്. ഇപ്പൊ നിനക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണുണ്ടോ എനിക്ക് നിന്നെയും നിതിനെ ഒരുമിച്ച് കാണുമ്പോ എന്താ ഫീൽ ചെയ്യണേന്ന്? അതിന് താര പറഞ്ഞു അവൾ ഒരിക്കലും കൗശിയോട് ജലസ് ആവില്ലാന്ന്. പിന്നെ സെയിന്റെ സംസാരത്തിൽ നിന്ന് അവന് നല്ല ചേഞ്ച് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അവൻ ഇങ്ങനെയാണ് താരയോട് പറഞ്ഞത്, താര ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ അത് എന്നോട് സംസാരിക്കേ, ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ നീ എന്നോട് വഴക്കുകൂട്, എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ തിരുത്താൻ ശ്രമിക്കാം, അല്ലാതെ ഇട്ടെറിഞ്ഞു പോവല്ലേ, നമ്മുടെ ഇടയിൽ വേറെ ആരുടെ ആവശ്യമില്ല എന്നും സെയിൻ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോ താരയും ഹാപ്പിയായി. അങ്ങനെ കൗശിയുടെ അമ്മയുടെ ഫാഷൻ ഷോയുടെ ദിവസമായി. ഇപ്രാവശ്യം കൗശി ആദ്യമായിട്ട് അമ്മയ്ക്ക് വേണ്ടി റാമ്പിൽ വാക്ക് ചെയ്യാണ്. മുന്നും അമ്മ പലപ്പോഴും കൗശിനെ നിർബന്ധിച്ചിരുന്നു. പക്ഷെ അമ്മ കൗശിയുടെ എല്ലാ ഡിസിഷൻസിലും ഇടപെടുന്ന ഒരു ടൈപ്പാണ്. പിന്നെ അമ്മേനെ ഡിസപ്പോയിന്റ് ചെയ്യുമെന്ന് പേടി കാരണമാണ് അവൾ ഇതുവരെ ചെയ്യാതിരുന്നത്. അന്നത്തെ ദിവസം താരനെ സ്റ്റൈൽ ചെയ്തതും കൗശിയായിരുന്നു. താരയ്ക്ക് കൗശിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മുൻപൊക്കെ താരനോട് ആരെയായി ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ അത് കൗശിയായിരുന്നു. പക്ഷെ ഇപ്പൊ ആ സ്ഥാനത്തേക്ക് സെയിനാണ്. കൗശിയുടെ അമ്മയ്ക്ക് സെയിനെ നല്ല ഇഷ്ടമായിരുന്നു, അവനെ കാണാൻ വളരെ ഹാൻസം ആയതുകൊണ്ട്. സെയിനെ കാണുമ്പോ കൗശിയുടെ അമ്മ അതൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർക്ക് സെയിൻ കൗശിയുടെ ബോയ്ഫ്രണ്ട് ആവണമെന്നുണ്ടായിരുന്നു. കൗശിയുടെ ബോയ്ഫ്രണ്ട് സെയിന്റെ അത്ര പോരാന്ന് പറഞ്ഞ് അവൻ ഇഷ്ടമല്ലാന്നും അവര് സെയിനോട് പറഞ്ഞു. ഇതൊക്കെ താര കേൾക്കുന്നുണ്ടായിരുന്നു. ഫാഷൻ ഷോയ്ക്ക് താരയും നിതിനും സെയിനും ഒരേ റോ ആയിരുന്നു. താരനെ നിതിന്റെ അടുത്തിരുത്താതിരിക്കാൻ സെയിൻ താരയുടെ സീറ്റിലാണ് ഇരുന്നത്. ഫാഷൻ ഷോ നടക്കുന്ന സമയത്ത് താരയുടെ ശ്രദ്ധ മുഴുവൻ സെയിന്റെ മുഖത്തായിരുന്നു. സെയിൻ കൗശിനെ അഡ്മയർ ചെയ്യുന്നതും ക്ലാപ്പ് ചെയ്ത് എൻകറേജ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ താര അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. ഷോ കഴിഞ്ഞപ്പോ താര വാഷ്റൂമിലോട്ട് പോയി. അവിടെ പോയി താര അവളെ തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കൗശിയാണ്, ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യരുത്, ഇത്ര ബ്യൂട്ടിഫുൾ ആയ ഒരു പെൺകുട്ടീനെ കണ്ട ആരായാലും നോക്കും, അത് അത്രേ ഉള്ളൂ, സെയിൻ എന്നെ അങ്ങനെയാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവളെ തന്നെ സമാധാനിപ്പിച്ചു. താര തിരിച്ചു വരുമ്പോ അവിടെ കൗശിയും അമ്മയും സെയിനും പിന്നെ ഒരു ഫിലിം ഡയറക്ടർ കൂടെ സംസാരിച്ചു നിൽക്കായിരുന്നു. താര അങ്ങോട്ട് പോയില്ല. ആ ഡയറക്ടറിന് സെയിനെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അയാളുടെ അടുത്ത പടത്തില് അവനെയും കൗശിനെയും ഹീറോ ആൻഡ് ഹീറോയിൻ ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. സെയിനോട് ഒരു ഓഡിഷൻ ചെയ്ത് നോക്കാനും അയാൾ പറഞ്ഞു. അതൊരു പഴയകാലത്ത് നടക്കുന്ന ലവ് സ്റ്റോറി ആയിരുന്നു. 1965 സിംഗപ്പൂർ ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ലവ് സ്റ്റോറി. ഇതും കൂടി കേട്ടപ്പോ താരയുടെ കയ്യിൽ നിന്ന് പോയി. അവൾ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നിതിൻ അങ്ങോട്ട് വരുന്നത്. നിതിന്റെ കയ്യിലുണ്ടായിരുന്ന ആൽക്കഹോൾ അവൾ എടുത്ത് കുടിച്ചു. അവിടെ കുറെ പേര് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നിതിനും താരയും ഒരുമിച്ച് ഡാൻസ് ചെയ്തു. സെയിൻ താരേനെ അന്വേഷിച്ച് വരുമ്പോഴാണ് അവര് രണ്ടുപേരും നല്ല ക്ലോസ് ആയി നിൽക്കുന്നത് കാണുന്നത്. നിതിനെയും താരേനെയും ഒരുമിച്ച് കണ്ട സെയിന് ബാധ കയറിയ പോലെയാണല്ലോ. അവൻ സ്റ്റേജിൽ കയറി ഒരു സീൻ ഉണ്ടാക്കി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. താരയും അവന്റെ പിന്നാലെ ഓടിപ്പോയി കാറിൽ കയറി. കുറച്ചു ദൂരം പോയിട്ട് കാറ് നിർത്തി സെയിൻ ഇറങ്ങി താരയോട് സംസാരിച്ചു. എനിക്ക് ഇഷ്ടമല്ലാന്ന് അറിഞ്ഞിട്ട് നീ എന്തിനാ പിന്നെയും ഇങ്ങനെ ചെയ്യണേന്ന് അവൻ ചോദിച്ചു. അവള് ഡ്രങ്ക് ആയിരുന്നു. പിന്നെ നടക്കുന്നതെല്ലാം ഒരുപാട് ഓവർവെൽമിംഗ് ആയി ഫീൽ ചെയ്തുകൊണ്ട് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. കൗശിയുടെ അമ്മ അവനോട് അങ്ങനെ സംസാരിച്ചതും പിന്നെ കൗശിനെയും സെയിനെയും ഒരുമിച്ച് കാണുന്നതും താരയ്ക്ക് ഇഷ്ടമാവണില്ല എന്ന് അവള് തുറന്നു പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണല്ലേ നീ അവന്റെ കൂടെ ഡാൻസ് ചെയ്തത്? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അവന്റെ ഇന്റൻഷൻസ് എന്താണെന്ന്? അങ്ങനെ സെയിൻ പറയുമ്പോ താര പറഞ്ഞു, ഇല്ല സെയിൻ, അവൻ എന്നെ ഓക്കെ ആക്കാൻ നോക്കിയതായിരുന്നു. ഹീസ് മൈ ഫ്രണ്ട്, നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. നിതിന് കൗശിനെയാണ് ഇഷ്ടമെന്നും താര പറഞ്ഞു. ഇത് കേട്ട സെയിൻ വീണ്ടും കലി കയറി താരേനെ അവിടെ ഒറ്റയ്ക്ക് വിട്ട് അവൻ അവിടുന്ന് പോയി. നീ നിന്റെ നിതിനെയോ കൗശിനെയോ ആരാന്ന് വെച്ചാൽ വിളിച്ചോളാനും പറഞ്ഞു. പാവം താര, അവൾ ആകെ ഒറ്റപ്പെട്ടു അന്നത്തെ ദിവസം. ആ ഒരു സംഭവത്തിന് ശേഷം താരയും സെയിനും സംസാരിച്ചിട്ടില്ല. അടുത്ത ദിവസം എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാൻ താര സെയിനെ കാണാൻ വീട്ടിൽ പോയിരുന്നു. പക്ഷെ അവൻ കൗശിയുടെ ഒപ്പം ആ ഡയറക്ടറിന്റെ ഫിലിമിന്റെ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. ബോബി പറയുമ്പോഴാണ് താര അത് അറിയുന്നത്. അവള് വന്ന കാര്യം സെയിനോട് പറയണ്ടെന്ന് ബോബിനോട് പറഞ്ഞിട്ട് താര അവിടെ നിന്ന് ഇറങ്ങി.
അപ്പോഴാണ് വഴിയിൽ ജഗനെ കാണുന്നത്. അവന് മനസ്സിലായിട്ടുണ്ട് താരയ്ക്ക് വേറെ എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ടെന്ന്. അവനൊന്നും സെയിനോട് പറയില്ല എന്ന് താരനെ കൺവിൻസ് ചെയ്ത് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു. കൗശിനെ ഹെൽപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പൊ താര അവരുടെ രണ്ടുപേരുടെ ഇടയിൽ വന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. നീ അവരുടെ ഇടയിൽ നിൽക്കാൻ പോവുകയാണോ എന്ന് ജഗൻ ചോദിച്ചപ്പോ താരയ്ക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. എന്നോട് പറയണ്ട, പക്ഷെ നിനക്കൊരു ആൻസർ ഉണ്ടാവണമെന്ന് ജഗൻ താരയോട് പറഞ്ഞു. താരയ്ക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്പറൊക്കെ കൊടുത്തിട്ടാണ് ജഗൻ പോയത്. അതേസമയം സെയിനും കൗശിയും ഫോട്ടോഷൂട്ടിന്റെ ഇടയിലായിരുന്നു. ഒരുപാട് ക്ലോസ് ആയി പോസ് ചെയ്യാൻ രണ്ടുപേരും ഓക്വേർഡ് ആയിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് അവര് ഗൗതമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഷോയിൽ അവനെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അവൻ ഷോ കഴിഞ്ഞിട്ടായിരുന്നു വന്നത്, പിന്നെയും വഴക്കായി, നിതിൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുവിധം മാനേജ് ചെയ്തു എന്ന് കൗശി പറയുമ്പോ സെയിൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ഷൂട്ട് കഴിഞ്ഞിട്ട് സെയിൻ താരയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആദ്യം റിപ്ലൈ ടൈപ്പ് ചെയ്തിട്ട് താര പിന്നെ വേണ്ടാന്ന് വെച്ചു. നെക്സ്റ്റ് ഡേ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജഗൻ താരയുടെ ക്ലാസ്സിലോട്ട് ന്യൂ അഡ്മിഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കാര്യം താര ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ താര ഒരിക്കലും ജഗനോട് ഈ കാര്യങ്ങളൊന്നും പറയില്ലായിരുന്നു. ജഗൻ താരയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് സെയിനോടും ആറിനോടും പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. താരയുടെ കൂടെ അവൻ വരണ കാണുമ്പോ എല്ലാവരും ഞെട്ടി. സെയിനാണെങ്കിൽ ഇപ്പൊ ഒരു സൈഡില് ജഗൻ, മറ്റേ സൈഡില് നിതിൻ. ഇത് വല്ലാത്തൊരു ചതിയായി പോയി. താരയായിട്ടാണെങ്കിൽ അടി കൂടിയിട്ടും ഇരിക്കുകയാണ്. രണ്ടു ഭാഗത്തും ഓരോ മൂവർ സംഘം ഇരുന്ന് താരയുടെയും സെയിന്റെയും ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. താര നിതിനോടും കൗശിനോടും എല്ലാം അവളുടെ തെറ്റാണെന്ന് പറയുന്നു. മറ്റേ സൈഡിലെ സെയിൻ ജഗനോടും ആറിനോടും എല്ലാം അവന്റെ തെറ്റാണെന്ന് പറയുന്നു. എന്നാ പിന്നെ പോയി സംസാരിച്ച് സോൾവ് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോ സെയിന് പേടി താര അവനെ വെറുത്തിട്ടുണ്ടാവോന്നാണ്. താരയ്ക്കാണെങ്കിൽ അവളെ ആവശ്യമുണ്ടോന്ന് അവൾക്ക് ഉറപ്പില്ലായിരുന്നു. രണ്ടാളും മറ്റേ ആള് വന്ന് സംസാരിക്കട്ടെ എന്നുള്ള മൈൻഡിലാണ്. ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യണ ഒരാളുണ്ടായിരുന്നു, സമാന്ത കുറെ നാള് സെയിന്റെ പിന്നാലെ നടന്നതാ. അവനിപ്പോ താരയുടെ ഒപ്പായതിന്റെ നല്ല അസൂയ അവൾക്ക് ഉണ്ടായിരുന്നു. അവൻ അവളെ ഇഗ്നോർ ചെയ്യണോണ്ട് സെയിന്റെ അടുത്ത് ചെന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായി? ഇപ്പൊ നീ വേറൊരുത്തിക്ക് ഒരു ഓപ്ഷൻ മാത്രം. സെയിൻ നീ കൗശിനെ തന്നെ നോക്കണതാവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോണേ. നിതിനും കൗശിയും തമ്മില് ഗൗതമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവന്റെ സംശയം നിതിനും കൗശിയും തമ്മില് എന്തോ ഉണ്ടെന്നാണ്. മുന്നേ അവൻ നിതിനെ വിളിച്ച് കൗശിക്ക് എന്തിനാ ഇങ്ങനെ മെസ്സേജ് അയക്കണേന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഷോയുടെ അന്നും ഇതും പറഞ്ഞായിരുന്നു വിഷയമായത്. ക്ലാസ് കഴിഞ്ഞിട്ട് ജഗനും താരയും സെയിന്റെ വീട്ടിലേക്ക് പോയി. താര സെയിനോട് സംസാരിച്ചു. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞു. സെയിന് താരന് നിതിന്റെ കൂടെ അങ്ങനെ കണ്ടപ്പോ അത് തീരെ പറ്റിയില്ല. വേറൊരാളുടെ കൂടെ അവളെ അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റണില്ല എന്നാണ് അവൻ പറയുന്നത്. കാരണം അവൾ അവന്റെ ആയതുകൊണ്ട്. ഇപ്പൊ താരയ്ക്കും ആ ഫീലിംഗ് മനസ്സിലാവുന്നുണ്ട്. താരയും അവനോട് തുറന്നു പറഞ്ഞു അവൾക്ക് കൗശിയുടെ കൂടെ അവനെ കാണുമ്പോ ജലസ് ആവണ്ടെന്ന്. പക്ഷെ സെയിൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. സെയിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായോ എന്റെ അവസ്ഥ? അങ്ങനെ രണ്ടുപേരും എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. അടുത്ത ദിവസം താര ഉണരുമ്പോൾ അവളുടെ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. താരയുടെ ചുറ്റിക്കളികളൊക്കെ അറിഞ്ഞിട്ടായിരുന്നു അമ്മ വന്നത്. താരയുടെ അച്ഛൻ പറഞ്ഞ് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. സെയിന്റെ കാര്യം താര അമ്മേനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം രണ്ട് ഫാമിലിയും ബിസിനസ് കോമ്പറ്റീറ്റേഴ്സ് ആണല്ലോ. അത് ബിസിനസ് ആണ്, ഇത് വേറെ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് അമ്മ പറഞ്ഞു. അമ്മ വിചാരിച്ചിരുന്നത് താരയ്ക്ക് നിതിനെയാണ് ഇഷ്ടം എന്നാണ്. ഇതിന്റെ ഇടയ്ക്ക് സെയിൻ എങ്ങനെ വന്നു എന്ന് അമ്മ നല്ല ക്യൂരിയസ് ആയിരുന്നു. അതുകൊണ്ട് സെയിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അമ്മ, ഇപ്പൊ വേണോന്നൊക്കെ ചോദിച്ച് താര ഒഴിവാക്കാൻ നോക്കി. പക്ഷെ അമ്മ വിടണ ലക്ഷണം ഉണ്ടായിരുന്നില്ല. ഇനി ഇക്കാര്യം സെയിനോട് എങ്ങനെ അവതരിപ്പിക്കും എന്ന കൺഫ്യൂഷനിലായിരുന്നു താര. ആദ്യം ജഗനോടും ആറിനോടും പറഞ്ഞു. ഇത് കേട്ട് അവരും സർപ്രൈസ് ആയി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലോ. അമ്മയാണെങ്കിൽ എവിടെ വെച്ച് ആദ്യം കണ്ടേ, എങ്ങനെ ഇഷ്ടത്തിലായി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു എന്ന് അവരോട് പറയുമ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് ആയി. താരനോട് സ്റ്റോറി പറയാൻ പറഞ്ഞു. 4 വർഷങ്ങൾക്ക് മുന്നായിരുന്നു. ആ സമയത്ത് അവൾക്ക് കൗശിനെ പോലും അറിയില്ലായിരുന്നു. ഒരു ദിവസം ലൈബ്രറിയിൽ ബുക്ക് എടുക്കുമ്പോൾ താര വീഴാൻ പോയി. അപ്പൊ ഒരു പയ്യൻ വന്ന് അവളെ പിടിച്ചു. അവൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നെയിം ടാഗ് കണ്ടിട്ടാണ് അത് സെയിൻ ആണെന്ന് അവൾക്ക് മനസ്സിലായത്. ഇത് പറയുമ്പോ തന്നെ ജഗന്റെ ഫേസ് ഒരുമാതിരി ആവണുണ്ട്. അന്ന് ശരിക്കും താരനെ ഹെൽപ്പ് ചെയ്തത് സെയിൻ ആയിരുന്നില്ല, അത് ജഗനായിരുന്നു. പിന്നെ ആകെ ഒരു വെപ്രാളത്തില് ജഗൻ താരയുടെ അടുത്ത് ചെല്ലുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് 7 അവസാനിക്കുന്നത്. ജഗൻ ഇക്കാര്യം താരയോട് പറയോ, പറഞ്ഞാൽ തന്നെ സെയിന്റെയും താരയുടെയും റിലേഷൻഷിപ്പിനെ അത് എഫക്ട് ചെയ്യോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത എപ്പിസോഡ്സിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഓക്കെ, ബൈ.